ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വെക്റ്റർ റെസല്യൂഷൻ. വെക്റ്റർ ഇത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? റെസല്യൂഷൻ. ഇതിന്റെ ഡെഫിനേഷൻ ഒക്കെ നിങ്ങളുടെ ഈ ഗൈഡുകളൊക്കെ ഇല്ലേ, എക്സാം പോയിന്റ്, എക്സാമിനർ അതിലൊക്കെ ഉണ്ട് എന്താ സംഭവം. ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം, നിങ്ങളത് ഇംഗ്ലീഷിൽ അവിടെ വായിച്ചിട്ട് പഠിച്ചാൽ മതി. Splitting of a vector into two rectangular components is known as vector resolution എന്നൊക്കെ പറഞ്ഞതിനകത്തുണ്ട്. നമുക്ക് എന്നാ ആദ്യം നോക്കാം. അല്ല ഇത് വിട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടോ? രണ്ട് വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു എ വെക്ടർ ഒരു ബി വെക്ടർ. ഇയാൾ കുറേ നാളായി എ വെക്ടർ ബി വെക്ടർ എന്ന് പറയാൻ തുടങ്ങിയിട്ടല്ലേ. ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ട്, രക്ഷയില്ല. എ വെക്ടർ ബി വെക്ടർ ഇത് രണ്ടും കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? ആ കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്യട്ടെ, ട്രയാങ്കുലറോ ട്രയാങ്കുലർ നോക്കാം. ഇപ്രാവശ്യം ട്രയാങ്കുലർ നോക്കാം. അതങ്ങനെ കൊണ്ട് വെച്ചാൽ എന്ത് കിട്ടും? ഇതാ റിസൾട്ട്. പാരലോഗ്രാം ആണെങ്കിലോ ഇത് എ ഇത് ബി, ഇതാ റിസൾട്ട്. പാരലോഗ്രാം ആണെങ്കിൽ ഇത് എ, ഇവനെ എവിടെ കൊണ്ട് വെക്കണം? ഇവിടെ കൊണ്ട് വെക്കണം അല്ലേ? ഓഹോ, അപ്പം നമുക്ക് എന്നാ കിട്ടും? ഒരു റിസൾട്ടൻ്റ് കിട്ടും. ശരി, ഇതായിരുന്നു റിസൾട്ടൻ്റ്. ഇത് രണ്ടും ഒരേപോലെയാണ്, വലിപ്പം കൂടുന്നുള്ളൂ, കുറച്ച് വ്യത്യാസമാണ്. ഓക്കെ, നിങ്ങൾ രണ്ട് കണക്ക് തരാം, പെട്ടെന്ന് ചെയ്തു. ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ്, ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ് ഇതാ ഒരു ബോഡിയിൽ ആക്റ്റീവ്. വേറൊരു ഫോഴ്സ് 4 ന്യൂട്ടൺ ഫോഴ്സ്, ഇതെന്നതാ 3 ന്യൂട്ടൺ ഫോഴ്സ്, ഇതെന്നതാ 4 ന്യൂട്ടൺ ഫോഴ്സ്. ഈ ബോഡിയിൽ ആക്റ്റീവ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സസ് ആയത് എന്ന് വെച്ചാൽ ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എന്നതാ കണ്ടുപിടിക്കണ്ടേ? റിസൾട്ടന്റ് ഓഫ് ടു വെക്ടർ എന്ന് പറഞ്ഞാൽ എന്നാ മക്കൾ എഴുതുന്നത്? എൻ്റെയും ബിന്റെയും റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്ത് കിട്ടും? റിസൾട്ടന്റ്. ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാണണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ 3 ന്യൂട്ടൺ വരച്ചു, പിന്നെ 4 ന്യൂട്ടൺ ഇവിടെ കൊണ്ടേ വരച്ചു. റിസൾട്ട് ട്രയാങ്കുലർ ലോ ആണ്, അപ്പം ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഇട്ടാൽ എനിക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് കിട്ടും. ഇതാണ് 3 ന്യൂട്ടൺ, ഇതാണ് 4 ന്യൂട്ടൺ. ഓക്കെ, റിസൾട്ടന്റ് എത്രയായിരിക്കും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? കാൽക്കുലേറ്റർ എടുത്ത് കൈ വെച്ചു. കാൽക്കുലേറ്റർ ഇത് 3 അല്ലേ, ഇത് 4 അല്ലേ, ഇവരുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ്. ഒന്നായിക്കോ, എളുപ്പമായി. 3² + 4², √3² + 4² എത്രയാ? √25 വരില്ലേ? അപ്പോൾ 5 വരും. പിന്നെ അളവ് എത്രയാ? 5 വരും. ഓക്കെ, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ന്യൂട്ടൺ. ഡയറക്ഷനോ ടാൻ, ഇത് തീറ്റ വിചാരിച്ചു, അപ്പോൾ ആൽഫ എടുക്കാം. റിസൾട്ടന്റിന്റെ ആംഗിൾ ഇപ്പോൾ നമുക്ക് ആൽഫ എടുക്കാം. അപ്പോൾ ടാൻ ആൽഫ = ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ്, 3/c. കണ്ണ് കാണുന്നല്ലോ, 4/3. അപ്പോൾ ആൽഫ = ടാൻ ഇൻവേഴ്സ് 4/3. എത്ര കിട്ടും? ഷിഫ്റ്റ് ടാൻ എവിടെ? ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റ് ഇട്ടിട്ട് 4/3, 53 ഡിഗ്രി. ഓക്കെ, ഇത് എത്ര ഡിഗ്രിയാ? ആൽഫ എത്ര കിട്ടി? 53 ഡിഗ്രി. ശരി, ഇതേ കാര്യം ഞാൻ പാരലോഗ്രാം ലോ വെച്ചും ചെയ്യുവാണേ. സമയം പൊക്കോട്ടെ, ഇത് കുഴപ്പമില്ല. 4 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ വരച്ചു, 4 ന്യൂട്ടൺ എവിടെ വെച്ചു? ഇത് നിങ്ങൾ സമയം പൊക്കോട്ടെ കേട്ടോ. നോക്കി, ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഈ വെക്റ്റർ റെസല്യൂഷൻ മര്യാദയ്ക്ക് അറിയാത്ത വലിയ ആൾക്കാർ വരെയുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, നമ്മളെ പഠിപ്പിക്കുന്ന 1-2 പേരാണെങ്കിൽ കൂടെ നമുക്ക് അവർക്ക് അറിയാത്തതായിട്ടുണ്ട്. ഈവൻ ഞാനാണ് പഠിച്ചതിൻ്റെ +2 പഠിച്ചപ്പോൾ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ബ്രില്യൻറ്റിൽ പഠിച്ചപ്പോൾ കുറച്ചൊക്കെ കിട്ടിയേ. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ അവിടെ പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് പഠിച്ചതാണ്. ഇത് അറിഞ്ഞിരുന്നത് അറിഞ്ഞ് നമുക്ക് എൻട്രൻസ് ഒക്കെ സൂപ്പറായിട്ട് നല്ല മാർക്ക് കിട്ടും. MBBS കിട്ടുന്ന ഇത് കിട്ടുന്നൊന്നും പറയുന്നില്ല, പക്ഷെ നല്ല മാർക്ക് കിട്ടും. നല്ല മാർക്ക് കിട്ടാനായിട്ട് ഈ വെക്റ്റർ റെസല്യൂഷൻ ഒരു ഫാക്ടർ തന്നെയാണ്. 4 ന്യൂട്ടൺ, ഇത് 3 ന്യൂട്ടൺ, ഇത് 4 ന്യൂട്ടൺ.
കേട്ടോ. ഇവിടെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. പാരലോഗ്രാം ലോ ആണെങ്കിൽ ഇവനെ കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ വാല് മുട്ടിച്ചു, ആംഗിൾ മാർക്ക് ചെയ്തു. ഇനി പാരലോഗ്രാം മാർക്ക് ചെയ്യണം. ഇത് ചെരിഞ്ഞു അല്ലേ? അതിലും ചെരിഞ്ഞു. അവിടെ പാരലോഗ്രാം മാർക്ക് ചെയ്തു. ഇത് 3 ആണെങ്കിൽ ഇത് 3, ഇത് 4 ആണെങ്കിൽ ഇതും 4. ഇതെന്ത് ചെയ്യണം? ഡയഗണൽ മാർക്ക് ചെയ്യണം. എനിക്ക് ഈ സാധനം തന്നെ ഈ സാധനം ലോ ഏതാണെങ്കിലും റിസൾട്ടന്റ് കിട്ടുന്ന എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പം എനിക്ക് റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം. ഇത് 4 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 4 തന്നെയായിരിക്കും. നീളം 3² + 4 അത് 5 കിട്ടി. കാരണം ഇതെന്താ? ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. അപ്പോൾ ഇതും എനിക്ക് 5 കിട്ടി, ഇതും എനിക്ക് 5 കിട്ടി. ഏത് ലോ ആണെങ്കിൽ എനിക്ക് ആൻസർ സെയിം കിട്ടും. ആംഗിളോ 90 ഡിഗ്രി പറഞ്ഞാൽ ഇവർക്കിടയിലുള്ളതാണ്. ഇതുമായിട്ടുള്ള ആംഗിൾ ഇതിൽ ആൽഫ റിസൾട്ടന്റും ഫസ്റ്റ് വെക്ടറും ഏത് വെക്ടർ തമ്മിലുള്ള ആംഗിൾ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഇവിടെ 4/3 തന്നെ വരുന്നത്. അതുകൊണ്ട് ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/3 ഈക്വൽ ടു 53 ഡിഗ്രി. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഒരു ബോഡി ഉണ്ട്, ഈ ബോഡി തന്നെ. ഇവിടെ എന്താ സംഭവിച്ചേ? 3 ന്യൂട്ടൺ ഫോഴ്സ്, 4 ന്യൂട്ടൺ ഫോഴ്സ്, 90 ഡിഗ്രി. റിസൾട്ടന്റ് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ്. അതായത് എനിക്ക് ഈ ബോഡി എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും അല്ലേ? ഈ 2 ഫോഴ്സ് കാരണം. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഈ 2 ഫോഴ്സിനെ ഒഴിവാക്കിയിട്ട് ഞാൻ പകരം ഈ റിസൾട്ടന്റിനെ എടുത്ത് വരയ്ക്കുക. 5 ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് എത്ര ഡിഗ്രി ആംഗിളാ? 53 ഡിഗ്രി ആംഗിൾ. ഈ 2 എണ്ണം മാർക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ ഒരെണ്ണം മാർക്ക് ചെയ്താൽ പോരെ? കാരണം ഇതിന് 2ന്റെ ഫലം ചെയ്യും റിസൾട്ടന്റ്. അതാ റിസൾട്ടന്റെ അർത്ഥം. ഓക്കെ, ഒഴിവാക്കിവിട്ടേ. വേറെ കണക്ക്. ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണേ. ഇത് വേറെ ബോഡിയാണ്. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുക. 5 ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് ഒരാൾ വിളിച്ച് വലിക്കുക. ഹൊറിസോണ്ടലുമായിട്ട് 53 ഡിഗ്രിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നോക്കി മക്കളെ, ഞാൻ ഈ ഫോഴ്സിനെ ഇവിടെ നമ്മൾ 2 എണ്ണത്തിനെ 1 ആക്കി മാറ്റിയില്ലേ? ഞാൻ ഇവിടെ ഈ ഒരു ഫോഴ്സിനെ ഞാൻ 2 ആക്കി മാറ്റുള്ളൂ. എങ്ങനെയറിയോ? ഇത് 53 ഡിഗ്രിയാണ്. നോക്കി, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ ഇത് കാണും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഇത് ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. ഇത് PM N ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ലെങ്ത് കേട്ടോ, നീളം, മാഗ്നിറ്റ്യൂഡ്. സൈൻ തീറ്റ എന്നാ വരും? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ P സൈൻ തീറ്റ എന്നാ വരും? P സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു N. അപ്പൊ എന്നിനെ മാറ്റി എനിക്ക് എന്ത് വിളിക്കാം? P സൈൻ തീറ്റ. ഇവനെ എന്ത് വരും? കോസ് തീറ്റ എടുത്താൽ മതി. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു M/P. P കോസ് തീറ്റ ഇസ് ഈക്വൽ ടു M. അപ്പൊ ഇതെന്ത് വരും? P കോസ് തീറ്റ. ഇതിന്റെ പേര് മാറ്റിയിട്ട് എനിക്ക് ഈ സാധനം ഡയഗണൽ ഇതിന്റെ പേരിന് ഹൈപ്പോട്ടനസ് അറിഞ്ഞാൽ മാത്രം മതി. നമുക്ക് ഇവന്റെ അളവും കിട്ടും, ഇവന്റെ അളവും കിട്ടും. അപ്പൊ ഇവന്റെ അളവ് 5 അല്ലേ? അപ്പൊ ഞാൻ ഈ അളവിനെ എഴുതുവാണ് 5 സൈൻ 53. ഈ അളവിനെ എഴുതുവാണ് 5 കോസ് 53. എത്രയാ 5 സൈൻ 53? എത്ര സൈൻ 53? എത്ര നോക്കിയേ? സൈൻ 53 0.8 ഇൻറ്റു 5, അത് ഇൻറ്റു 5 എത്രയാ? 4. ഓക്കെ, ഇതെത്രയാ? 4. ഇനി ഇതോ കോസ് 53 ഈക്വൽ ടു 0.6 ഇൻറ്റു 5, 3. നീളം എത്രയാ? 3. ഓക്കെ, അപ്പൊ ഞാൻ ഈ 5 ന്യൂട്ടൺ ഫോഴ്സിനെ ഞാൻ 2 ന്യൂട്ടൺ ഫോഴ്സ് ആക്കി മാറ്റി. ഡയറക്ഷൻ എഴുതും. നോക്കി, ഇവൻ ഇങ്ങോട്ടേക്ക് ഇട്ടേക്കുന്നേ, ഇതിന്റെ നേരെ താഴേക്ക് നോക്ക്. നിങ്ങൾ മുകളിൽ നോക്ക്. മുകളിൽ നോക്കുമ്പോണ്ടല്ലോ, നമ്മൾ
ഇതൊരു പേന വിചാരിച്ചു, പേന, ഇത് തറയാണ്. ഇവിടെ നിങ്ങൾ ടോർച്ച് അടിച്ച് ഇത് സൂര്യൻ്റെ അവിടെ കൊണ്ട് വെച്ചാൽ മതി. നേരെ അവിടെ വരും, ഇവിടെ അല്ലേ, നേരെ താഴെ ആയിരിക്കില്ലേ. ഞാൻ ഈ സാധനം കുറച്ചങ്ങോട്ട് പൊക്കുക കേട്ടോ. ഈ സാധനത്തിന് ഞാൻ നേരെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊക്കുക. ഇപ്പൊ നേരെ അങ്ങനെ വരും, ഇവിടെ വരില്ലേ, ഇതായിരിക്കില്ലേ നേരെ അല്ലേ. അതേപോലെ ഇതിന്റെ മുകളിൽ നോക്കുമ്പോൾ നേരെ ഇത്രയും ഭാഗത്ത് വരും. ഇതിനെ പറഞ്ഞുതരാം പ്രൊജക്ഷൻ ഓഫ് ദിസ് വെക്ടർ ഓൺ എക്സ് ആക്സിസ് എന്നൊക്കെ എൻ്റെ പേര് പറയാം. ഇപ്പൊ നോക്കൂ, നേരെ താഴെ ഞാൻ ഇവനെ ഇങ്ങോട്ട് ഇടും, മാർക്ക് ഇടുവാണ്. പിന്നെ ഇതോ ഈ നാലാമത്തെ ന്യൂട്ടനെയോ ഈ സാധനത്തിനെയോ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇതിന്റെ അർത്ഥം നോക്കി, ഈ വെക്ടർ പ്ലസ് ഈ വെക്ടറാണ് ഈ വെക്ടർ. അതായത് ഈ ബോഡിയിൽ ആദ്യം ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നെ 5 ന്യൂട്ടൺ ഫോഴ്സ്, ഞാനിപ്പോൾ എന്താക്കി 2 ഫോഴ്സ് ആക്കി മാറ്റി. ഹോറിസോണ്ടൽ ആയിട്ടും ഈ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടും കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇനി ഇവനെ വായിച്ചു വരാം, ഇവന്റെ ആംഗിളും ഒക്കെ വായിച്ചു വരാം. എന്നിട്ട് ഇവനെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുപോയി വെക്കാം. അതായത് കുറച്ചു മുമ്പ് ഇവനത് ഇങ്ങോട്ട് 5 ന്യൂട്ടൺ പിടിച്ച് വലിക്കുന്നതിന്റെ ഫലം ചെയ്യും. ഇപ്പൊ ഒരുത്തന്നെ ഇവിടുന്ന് 3 ന്യൂട്ടണിൽ ഇങ്ങോട്ട് വലിക്കും, 4 ന്യൂട്ടണിൽ അങ്ങോട്ട് വലിക്കും. ഇവരുടെ ആംഗിൾ എത്രയായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കും. അതാണ് നാം ആക്കിയത്. ഇപ്പോൾ നമ്മൾ 90 ഡിഗ്രി എടുത്തിട്ടില്ല നമ്മൾ ഈ കൺസെപ്റ്റ് ഒക്കെ ചെയ്തത്. ഇവിടെ 2 ഫോഴ്സിനെ എടുത്തിട്ട് ഒരു ഫോഴ്സ് ആക്കി, ഇതാക്കി. ഇവിടെ നമ്മൾ ആ ഒരു ഫോഴ്സിനെ എടുത്തിട്ട് 2 ആക്കി, 3ഉം 4ഉം ആക്കി. ഇതിനെ പറഞ്ഞവരാണ് വെക്റ്റർ റെസൊല്യൂഷൻ. ഒരു വെക്ടറിനെ ഞാൻ 2 കമ്പോണന്റ് ആക്കി ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇതിനെ പറഞ്ഞവരാണ് വെക്റ്റർ റെസൊല്യൂഷൻ. സ്പ്ലിറ്റിംഗ് ഓഫ് എ വെക്ടർ ഇൻടു 2 റെക്ടാങ്കുലർ കമ്പോണന്റ്. ഈ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ 2 വെക്ടർ ഇല്ലേ, ഇവരെ പറഞ്ഞുതരാം റെക്ടാങ്കുലർ കമ്പോണന്റ്. ഞാൻ പിന്നെ ഇവനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കും. ഇപ്പൊ ശരിയായി, ഇവന്റെ റിസൾട്ടന്റ് ആണ് ഈ പറയുന്ന ഫോഴ്സ്. ഇതേ അളവ് തന്നെ എവിടെയുള്ളത്, ഇതുപോലെ കേട്ടോ. റെക്ടാങ്കിളിന്റെ കമ്പോണന്റ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റാം. ഇതിനെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചു, ഇതേ അളവ് തന്നെ ഇവിടെ നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട്. അപ്പൊ നോക്കിയേ, ഇനി വേറെ കണക്ക് കാണിച്ചാൽ എങ്ങനെ റെക്ടാങ്കിൾ കമ്പോണന്റ് കാണുന്നില്ല. നോക്കിയോ, നമ്മുടെ എക്സും വൈയും ആക്സിസ്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് 100 ന്യൂട്ടൺ. ഇതിന്റെ ആംഗിളാണ് ഇത്രയും വലുത്, വേണ്ട 100 അല്ലേ, ഇത് നീട്ടം കൂട്ടാം അല്ലേ, 100 ന്യൂട്ടൺ. ഇതിന്റെ ആംഗിളാണ് 30 ഡിഗ്രി. ഈ ഫോഴ്സിനെ എന്ത് ചെയ്യണം, റെക്ടാങ്കുലർ കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യണം, വെക്റ്റർ റെസൊല്യൂഷൻ നടത്തണം. നമുക്കറിയാം വെക്റ്റർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിനെ എക്സിലേക്കും വൈയിലേക്കും മാറ്റുന്ന പരിപാടിയാണ്. ഓക്കെ, നമുക്ക് ആദ്യമേ വൈയിലേക്ക് മാറ്റാം. വൈ കമ്പോണന്റ് എന്നായിരിക്കും, 100 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അളവാണ് 100 അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ്, ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് എന്നതാ പി സൈൻ തീറ്റ. ഇവിടെ എന്നാ വരും, 100 സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാ, 50. സൈൻ 30 നോക്കി, സൈൻ 30 0.5, അതായത് 1/2 × 100 എത്ര, 50. ശരിയാ. ഇനി ഇതോ 100 കോസ് 30 എത്ര കിട്ടും, 50√3 ചെയ്തു നോക്കാം, നല്ലത്. കോസ് 30 അല്ലേ, കോസ് 30 എന്തിനാവട്ടെ ഇൻറ്റു 100 ഉണ്ട് അല്ലേ, 100 എത്രയാ, 86.6. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം നോക്കിയേ. ഇതിനെ ഒഴിവാക്കിയിട്ട് പകരം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് 50 ന്യൂട്ടൺ. ഞാൻ ഇവനെ എടുത്ത് നേരെ ഇവിടെ കൊണ്ട് വരയ്ക്കും, 50 ന്യൂട്ടൺ. പിന്നെ ഇങ്ങോട്ടേക്ക് ഇത് എത്രയാ, 86.6 ന്യൂട്ടൺ. ന്യൂട്ടൺ എഴുതി വെച്ചു. അതായത് ഈ ഫോഴ്സിനെ ഞാൻ 2 എണ്ണാക്കിയാൽ സ്പ്ലിറ്റ് ചെയ്തു. നിങ്ങൾക്ക് സംശയം ഉണ്ടോ അത് ശരിയാണോ അല്ലേ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഫലം എന്തായിട്ട് മാറണം, ഈ 100 ആയിട്ട് മാറണ്ടേ.
അല്ലെങ്കിൽ പിന്നെ സ്പ്ലിറ്റ് ചെയ്തതിന് അർത്ഥമില്ലല്ലോ. നമുക്കത് ശരിയാണെന്ന് നോക്കാം, പ്രൂവ് ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്ക് നോക്കാം, ഈ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് 100 ആകുമെന്ന് നോക്കാം. ഓക്കെ, there are two vectors F1 F2 acting at an angle 90 degree. റിസൾട്ടന്റ് എത്രയാ? റിസൾട്ടന്റ് ഇക്വേഷൻ R is equal to root of a square plus b square plus 2ab cos theta. Root of 86.6 whole square plus 50 square plus 2 into ab. 86.6 into 50 into cos 90. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 അല്ലേ? ബാക്കി 0 ആയിപ്പോയി. ബാക്കി എന്നാണ്ട്? റൂട്ട് ഓഫ് 86.6 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ. 86.6 ഹോൾ സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ എനിക്കറിയാം 2500. 86.6 ഹോൾ സ്ക്വയർ 2500 ഇൻറ്റു 3 7500 ആണോ? നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ അത് കിട്ടിയേ. കാരണം ഇതെനിക്ക് 86.6 എന്ന് പറഞ്ഞാൽ എന്നതായിരുന്നു? 50 റൂട്ട് 3 അല്ലായിരുന്നോ? അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നാ? 2500 ഇൻറ്റു 3. അപ്പം എന്നാ കിട്ടും? 7500. അത്ര ബുദ്ധിയൊന്നും വേണ്ട, നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. 86.6ന്റെ സ്ക്വയർ കാണാൻ വേണ്ടി എക്സ് സ്ക്വയർ ഉണ്ട്. എത്രയാ? 7500. അപ്പോൾ റൂട്ട് ഓഫ് 16. റൂട്ട് ഓഫ് 10,000 അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയോ. 100 കിട്ടി. അതായത് ഈ 100 കിട്ടും. ഈ ഞാൻ ഈ 100നെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ടിന് എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ നമ്മുടെ കണക്ക് ശരിയാണ്. അപ്പോൾ ഇതാണ് വെക്റ്റർ റെസൊല്യൂഷൻ. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വെക്റ്റർ ഉണ്ടാവും, ഒരു തീറ്റ ഉണ്ടാവും. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് എന്ത് എഴുതണം? ആ വെക്റ്റർ ഇൻറ്റു സൈൻ തീറ്റ. ഇത് വെക്റ്റർ ഇൻറ്റു കോസ് തീറ്റ. ഇനി കടടാന്ന് പറഞ്ഞ് പ്രോബ്ലം ചെയ്യും. നിങ്ങൾ ഓരോ ആംഗിളും പറഞ്ഞു ഇത് ഞാൻ മാറ്റി വേണേ, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ റിസൾട്ടന്റ് എന്ന കാര്യത്തിൽ 2 കൂടിയ റിസൾട്ടന്റ് കിട്ടും. ഇത് ഒരെണ്ണം ഈ സ്പ്ലിറ്റിംഗ് വെക്റ്റർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തെ 2 ആക്കി മാറ്റും. ഇത് രണ്ടും ഓപ്പോസിറ്റ് റിവേഴ്സ് കേട്ടോ. ഓക്കെ, 60 ഡിഗ്രിയിൽ എഫ് വെക്ടർ ഉണ്ട്. റിസോൾവ് ചെയ്തോ. റെക്ടാംഗുലർ കമ്പൗണ്ട് ആക്കി മാറ്റിക്കോ, പെട്ടെന്ന് മാറ്റിക്കോ. എഫ് വെക്ടർ ആണ്, എക്സിലേക്കും വൈയിലേക്കും മാറ്റിക്കോ. ഇതെന്നാ വരും? എഫ് സൈൻ 60. ഇതെന്നാ വരും? എഫ് കോസ് 60. അപ്പോൾ ഈ സൈഡ് മാറ്റി എഴുതിക്കോ. എങ്ങനെ എഴുതാം? ഇത്രയും ഭാഗത്തേക്ക് എഫ് കോസ് 60 ഡിഗ്രി. ഇതോ എഫ് സൈൻ 60. ഇതിനെ ഇവിടെ ഞാൻ എടുത്തു, അത് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നത് ഇങ്ങോട്ടേക്ക് എടുത്തു കേട്ടോ. എനിക്ക് ബൈയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. വേറെ ഒരു മണി ഇവിടെ തന്നെ വേണം എടുക്കാം, പക്ഷെ നമുക്ക് ആവശ്യമില്ല. എന്നാൽ ആവശ്യം എന്താ പറയാൻ കുറച്ച് ഈ വെക്ടറായിട്ട് മാറ്റി. അപ്പോൾ ഈ വെക്ടർ എന്താക്കി മാറ്റി? ഈ വെക്ടറായിട്ട് മാറ്റി. ഓക്കെ, ഇനി ഈ എഫിന് പകരം ഒരു 25 ആയിരുന്നുവെങ്കിലോ, 20 ആയിരുന്നെങ്കിലോ ഇതെന്നാ വരും? 20 സൈൻ 60യും 20 കോസ് 60യും. അപ്പോൾ ഇതെന്ത് വരും? 20. ഇതെന്ത് വരും? 20. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2. നൂറ് ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. ഇതിനെ റെക്ടാംഗുലർ കമ്പൗണ്ട് ആക്കി മാറ്റിക്കോ. ആംഗിൾ തരാം 60 ഡിഗ്രി. വേണം, എപ്പോഴും 60 ആണ് ശരിയല്ല. ഇത് 30 ഡിഗ്രി. ഇതെന്താ? 30 ഡിഗ്രി മാറ്റിക്കോ. എന്നാ വരും? തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈൻ 30 അല്ലേ? ആ കമ്പൗണ്ട് അല്ലേ? തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഇവിടെ ആരാ? ഇത് താഴേക്കാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റെക്ടാംഗിൾ വരച്ചോ. റെക്ടാംഗിൾ അല്ല, ഒരു 90 ഡിഗ്രി വരച്ചോ. അപ്പൊ ഈ ഭാഗമാണെന്ത്? എഫ് സൈൻ 30. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ നമ്മുടെ പണി വരാൻ പോണേ. എനിക്ക് വെക്ടർ താഴേക്കായി, ഇവിടെ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 90 ഡിഗ്രിന്റെ ഈ
സാധനോട് 90 ഡിഗ്രി വേണ്ടേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണ്ടേ, അതിനോട് 90 ഡിഗ്രി വേണ്ടേ, എൻ്റെ അടുത്തുണ്ടല്ലോ ആദ്യം ഫില്ല് ചെയ്യുന്നത് 90 ഡിഗ്രി. ആ അപ്പോൾ തീറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ സ്ഥാനം 100 sin 30. പിന്നെ തീറ്റയ്ക്ക് അടുത്തുള്ള ഭാഗം, തീറ്റയ്ക്ക് അടുത്തുള്ള ഇതല്ലേ, തീറ്റയ്ക്ക് അടുത്തുള്ള സൈഡ്, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ തീറ്റയ്ക്ക് അടുത്തുള്ള സൈഡ് ഇവരെന്നാ വരും, എഫ് കോസ് 30. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ എഴുതിയോ, എന്നാ വരും, ഈ സൈഡ്, അതായത് ഈ വെക്ടറിനെ ഞാൻ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു, ഒന്ന് ഇതാ ഇവിടെയും ഒന്ന് ഇതാ ഇവിടെയും കേട്ടോ. നേരെ നേഴ് ആരമാർക്ക് ഇങ്ങോട്ട്, ഇതിൻ്റെ നേരെ നേഴ് ഇങ്ങോട്ട്, ആരമാർക്ക് ഇങ്ങോട്ട് കണ്ടോ. ഈ വെക്ടറിൻ്റെയും ഈ വെക്ടറിൻ്റെയും സമ്മാണ് ഈ വെക്ടർ. നമ്മൾ ആ ട്രയാങ്കിൾ ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടോ, ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ, രണ്ട് വെക്ടറും കൂടി ഞാൻ കൂട്ടുക വിചാരിച്ചു, ഇതല്ലേ റിസൾട്ടൻ്റ്. ആരമാർക്ക് എങ്ങടാ ഇങ്ങോട്ട്, അതായത് ഈ വെക്ടറിനെ ഞാൻ നേരെ താഴേക്കും ഇതിനെ ഞാൻ നേരെ മുകളിലേക്കും ആക്കി. ആരമാർക്ക് ഉണ്ടോ, അത് ഞാൻ വന്നേക്കുന്ന ഇവിടെ, ഇതാ വെക്ടർ, ഈ വെക്ടറിന്റെ ഈ സാധനത്തിന്റെയും ഈ സാധനത്തിന്റെയും സമമാണ് ഈ വെക്ടർ എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഈ വെക്ടർ എഴുതിക്കോ, ഇതന്നെ വരും 100 cos 30. ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകും, ഇവിടെ വരുന്നത് താഴെയാണ് വരുന്നത് കണ്ടോ, ഇതിന് അടുത്തത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ താഴേക്കാണ് വരുന്നത്. ഇത് y ആക്സിസ് മൈനസ് y ആക്സിസ്, ഇത് x ആക്സിസ്, ഇത് മൈനസ് x ആക്സിസ് അല്ലേ, അതേ ഷാർ y മൈനസ് y. അപ്പോൾ നോക്കിയേ, ഈ സാധനം എവിടെ വരുന്നത്, മൈനസ് വൈയിലേക്ക്. അപ്പോൾ ഇത് എത്രയാ, 100 sin 30. ഓക്കെ, അപ്പോൾ ഈ വെക്ടറിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. എനിക്ക് ഈ വെക്ടർ വേണോ, വേണ്ട, ഈ രണ്ട് വെക്ടർ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്തോ കേട്ടോ, ഇത് ഭയങ്കര അറിയാത്ത ഒത്തിരി പേരുണ്ട്. ക്ലാസ്സിലെ പിള്ളേരെ എത്രയാക്കി തിരിക്കാം, രണ്ടാക്കി തിരിക്കാം, വെക്ടർ അറിയുന്നവരും വെക്ടർ അറിയാത്തവരും. നോക്കി, അടുത്തത് ഒരു വെക്ടർ ഉണ്ട്, അതിൻ്റെ ആംഗിള് ചിരിച്ച് വരച്ചാൽ മര്യാദയ്ക്ക് ആംഗിൾ എഴുതാനും. ഓക്കെ, ആംഗിള് 60 ഡിഗ്രി. റിസോൾവ് ചെയ്ത് ഇവിടെ എല്ലാവർക്കും പ്രശ്നം, ഇവിടുന്ന് തുടങ്ങുമായിരുന്നു, എളുപ്പമായിരുന്നു, ഇവിടുന്ന് തുടങ്ങുമായിരുന്നു, അവിടെയാണെങ്കിൽ അങ്ങോട്ടൊന്ന് ചേരുക. നമുക്കൊരു പണിയാണ്, നമുക്ക് ആ ഫിഗറേ മര്യാദയ്ക്ക് വയ്ക്കണം. അതായത് ഇങ്ങനെ വരുമല്ലേ, ഈ വരുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ ഇവനെ എടുത്ത് നേരെ ഇവിടെ കൊണ്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ വരുന്ന സാധനം ഉണ്ടല്ലോ മക്കളെ, ഈ വരുന്ന സാധനം അവൻ അങ്ങോട്ട് പൊക്കോട്ടെ അല്ലേ. ഇങ്ങനെയാ വരുന്നെങ്കിൽ ഇങ്ങനെയല്ലേ പോവാ, ഇങ്ങനെയാ വരുന്നെങ്കിൽ ഇങ്ങനെയല്ലേ പോവാ, ഇങ്ങനെയാ വരുന്നെങ്കിൽ ഇങ്ങനെയല്ലേ പോവാ. ആ, ഇപ്പം ഇങ്ങനെ വരുന്നവൻ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ, നമുക്ക് തന്നെ കുഴപ്പമുള്ളൂ. ഇങ്ങനെ ഇതൊക്കെ അറിയോ, 80 ന്യൂട്ടൺ. എത്രയാ, 80 ന്യൂട്ടൺ. ആ, ഇതാണ് മക്കളെ ബുദ്ധി വേണ്ടത്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതെത്രയായിരിക്കും, 60 ഡിഗ്രി. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഈ വരയും മാത്രം നോക്ക്, ഈ ഇടയ്ക്കത്തെ ഈ വര നോക്കേ വേണ്ട. ഈ വരയുടെയും ഈ വരേൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 60. അപ്പോൾ ആ വരേൻ്റെയും ഈ വരേൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്തായിരിക്കും, 60 ഡിഗ്രി. വരച്ചതിൻ്റെ ചെരിവൊക്കെ ഉണ്ടാവുള്ളൂ, കാര്യം മനസ്സിലായോ, അത്രയേ ഉള്ളൂ. ഇനി എളുപ്പമായി, ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലേ. ഓക്കെ, ഇതെത്രയാ, 80 ന്യൂട്ടൺ. ഇതാണ് 60 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാം. ഇത് 60 ആണെങ്കിൽ ഇതെന്നാ 30 ഡിഗ്രി. പക്ഷെ നമുക്കിത് ഇവിടെ 60 എടുത്ത് തന്നെ കണക്ക് ചെയ്യാം കേട്ടോ, എന്നിട്ട് നമുക്ക് ഉപകാരപ്പെടുവേ. 80 ന്യൂട്ടൺ. ഓക്കെ, ഇപ്പം 60ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സൈഡ് ഇവിടെ ഉണ്ടോ, നമുക്കത് ആദ്യം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണ്ടേ, ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം ഈ പ്രാവശ്യം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തീറ്റ 30 മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, ഇപ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. 60 അല്ലേ ആംഗിൾ, 80 അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് എന്നാ വരും, 80 sin 60. 60 അല്ലേ, ഇതിന്റെ സൈഡ് അഡ്ജസൻറ്റ് സൈഡ് ഇതല്ലേ, അപ്പോൾ ഈ സൈഡ് എന്നാ വരും, അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങോട്ട് എന്നാ വരും, 80 cos 60. അപ്പോൾ എൻ്റെ ആൻസർ എന്നാ വരും, ഈ വെക്ടറിനെ മാറ്റിയിട്ട്
ഒരു വെക്ടർ താഴേക്കുണ്ട് അല്ലേ, ഒരു വെക്ടർ താഴേക്ക് എത്രയാ 80 cos 60 ഡിഗ്രി. ഇനി മറ്റവനെ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ആക്സിസ് അവിടെ ഇങ്ങോട്ടേക്കായിട്ട് എന്നാ വന്നു 80 sin 60. ഇവിടെ കണ്ടോ കോസ് ഒന്നാണോ, ഇവിടെ ഒന്നുണ്ടോ, സൈൻ ഒന്നുണ്ടോ, എന്നാ സംഭവം sin 60യും cos 30യും സെയിം അല്ലേ, സെയിം ആണ്. അതായത് നിങ്ങൾ ഇവിടുത്തെ ആംഗിൾ എടുത്താലും ഇവിടുത്തെ ആംഗിൾ എടുത്താലും എൻ്റെ ആൻസർ കിട്ടുന്ന സെയിം വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഒരു എക്സ്ട്രാ കാര്യം പറഞ്ഞുതരാം. ഈ വെക്ടർ ഉണ്ടല്ലോ, പിന്നെ അർത്ഥം എന്നാ, ഇവിടെ ഒരു 80 ന്യൂട്ടൺ വെച്ച ഒരു ബോഡീനെ ഇങ്ങനെ തള്ളുന്ന അതേ ഫലം ചെയ്യും ഈ ബോഡീനെ താഴേക്ക് ഒരുത്തൻ 80 cos 30യും ഇങ്ങോട്ടേക്ക് ഒരാൾ 80 sin 60യും പിടിച്ച് വലിച്ചാൽ ഇതേ ഫലം ചെയ്യുന്ന എൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടുന്ന് വലിക്കുക എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരാൾ തല്ലിയാലും പോലെ ബോഡി യൂണിറ്റ് വരുള്ളൂ. അപ്പം എനിക്ക് ഈ വെക്ടറിനെ എനിക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കും വെക്കാം. ഇതാ ഇങ്ങനെ ഇതേ അളവിൽ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇതേ അളവിലെടുത്ത് എനിക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കാം. 80 cos 60 ഇവനെ എടുത്തിട്ട് ഇപ്പുറത്തും കൊണ്ടുപോയി വെക്കാം. ഇങ്ങനെ വരും 80 sin 60. നിങ്ങൾ നേരെ ഈ ഫിഗർ നോക്കി, ഈ ഫിഗർ കണ്ടോ, ഇങ്ങോട്ട് വന്ന ഈ ആരോ മാർക്കിനെ എനിക്ക് ഇവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യാന്നുള്ളത്. ഈ രണ്ട് കോളം ഞാൻ അനാവശ്യമായിട്ട് വരച്ചോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. കണ്ടോ, ഈ ട്രയാങ്കിൾ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ നിങ്ങൾ എന്നാ ചെയ്യണം, ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കണം. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 80 sin 60, തീറ്റയ്ക്ക് അടുത്തുള്ളത് 80 cos 60. ശ്രദ്ധിക്കാനുള്ളതാ ആരോ മാർക്ക്. ഇങ്ങനെ കൊണ്ട് ഇട്ടേക്കരുതെന്ന്, കാരണം നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ ഇതാണ്. ഇവനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് ഈ രണ്ടെണ്ണത്തിന്റെ സം എന്തായിട്ട് വരണം, ഇവനായിട്ട് വരണം. അപ്പൊ ആരോ മാർക്ക് നോക്കി, വെക്ടർ ഇങ്ങനെയല്ലേ, നിങ്ങൾ ഇവിടുന്ന് നേരടിക്കുക, ടോർച്ച് അടിക്കുക. അപ്പോൾ ഇത് ആരോ മാർക്ക് ഇവിടെ അവിടെ നിൽക്കുക അല്ലേ, നേരിതാ ഇങ്ങനെ വന്നിരിക്കുക. ഇനി ഇവിടുന്ന് ടോർച്ച് അടിച്ചേ, നമ്മൾ ഇങ്ങോട്ടേക്കല്ലേ പ്രൊജക്ട് ചെയ്യണ്ടേ, അപ്പൊ ഇങ്ങോട്ടേക്ക് നല്ല അടിക്കുമ്പോൾ ആരോ മാർക്ക് എവിടെ വരിക, ഇവിടെ വരിക. സംഭവം ശരിയാണ്, കാരണം ഈ വെക്ടർ പ്ലസ് ഈ വെക്ടറാണ് എന്ത്, ഈ വെക്ടർ. അപ്പൊ ഇവിടെ തന്നെ എനിക്ക് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അത് ഇവനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ ചെയ്താലും ആൻസർ അവസാനം എന്തേ കിട്ടുള്ളൂ, സെയിം കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. 3 സൈഡിലുള്ളതാണ് അല്ലേ, ഇനി നമുക്ക് വേറെ ഒരു സൈഡിലോട് ചെയ്യാം. അല്ല വേണം, നമുക്കൊരു കണക്ക് ചെയ്യാം. ഒരു ബോഡിയിൽ കേട്ടോ, ഇതാ നമ്മുടെ ഒരു ബോഡിയിൽ ഒരാൾ പിടിച്ച് വലിക്കുകയാണ്. ഒരു വെക്ടർ ഉണ്ട്, ചിലപ്പോൾ ഒരാൾ ഒരു സ്പീഡിൽ പോവാണ്, അല്ലെങ്കിൽ വേറെ ആൾ ഒരു കമ്പൗണ്ട് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, വെലോസിറ്റി ആയിക്കോട്ടെ, ആക്സിലറേഷൻ ആയിക്കോട്ടെ, ഡിസ്പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, ഫോഴ്സ് ആയിക്കോട്ടെ, ഒരു വെക്ടർ കേട്ടോ, ഫോഴ്സ് ആയിക്കോട്ടെ, എളുപ്പം ഫോഴ്സ് ആയിക്കോട്ടെ. ഒരാൾ 45 ഡിഗ്രിയിൽ ഒരു 30 ന്യൂട്ടൺ പിടിച്ച് വലിക്കുന്നു. ഇതേ ബോഡിയിൽ ഒരാൾ താഴെ 40 ന്യൂട്ടൺ ഫോഴ്സിൽ പിടിച്ച് വലിക്കുന്നു. വേറൊരു ഫോഴ്സ് ഉണ്ട് 20 ന്യൂട്ടൺ ഇങ്ങോട്ടുണ്ട്. വേറൊരു ഫോഴ്സ് ഉണ്ട്, ഇത് ഇവരുമായിട്ട് ഈ ഫോഴ്സുമായിട്ട് 60 ഡിഗ്രി. എത്ര ന്യൂട്ടൺ എന്നറിയോ, ഒരു 70 ന്യൂട്ടൺ. Find the resultant vector. Find the resultant force. Find the rectangular components of all the forces on the body. അല്ലെങ്കിൽ find sigma fx, sigma fy.
ടോട്ടൽ കമ്പോണൻസ് ഓഫ് ഫോഴ്സ് എലോങ് എക്സ് ആക്സിസ്, ടോട്ടൽ കമ്പോണൻസ് ഓഫ് ഫോഴ്സ് എലോങ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാലേ ഇവിടെ ഇവിടെയൊക്കെ നോക്കി, ഇതൊക്കെ ഉണ്ടോ, ഇവിടുത്തെ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ കാര്യയുടെ ഒറ്റ ഫോഴ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ എക്സിലേക്ക് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് സിഗ്മ എഫ് എക്സ് എന്ന് എഴുതിയാലും വെറും എഫ് എക്സ് എന്ന് എഴുതിയാലും ഒന്ന് തന്നെ. ഇവിടെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സിഗ്മ എഫ് എക്സ് എന്ന് എഴുതി. ഇവിടുത്തെ എഫ് എക്സ് എന്നതാ, അതല്ലേ ആൻസർ അതിൻ്റെ. എഫ് എക്സ് എന്നതാ 20 കോസ് 60. കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. കോസ് 60 എത്രയാണ്? 20. എത്ര ആൻസർ കിട്ടാം? 10. അത് കണ്ടുപിടിക്കട്ടെ. എഫ് വൈയോ, എഫ് വൈ ഇവിടെ എന്നാ വരും? 20 സൈൻ 60. ഇവിടെയോ എഫ് എക്സ് 100 കോസ് 30. എഫ് വൈയോ വൈ എക്സ് ഏതാ? 100 സൈൻ 30. ഒരു കുഞ്ഞ് പ്രശ്നം ഇருக்கு. ഏനാ തമ്പി ഈ പ്രശ്നം നോക്കിയേ. എഫ് വൈ എടാ നമ്മളേ കഴിഞ്ഞ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോഴേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് യു വി, എന്ത് യു വി, നമ്മുടെ മിററൊക്കെ ഇല്ലേ, മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിലേതാ കോൺകേവ് ഏതാ കോൺവെക്സ് ഞാൻ പറഞ്ഞില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ എവിടെ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നതനുസരിച്ചാണ്. രണ്ടും ഷെയ്ഡ് ചെയ്യല്ലേ അല്ലേ? അതൊക്കെ നമുക്ക് പ്ലസ് ടു പഠിക്കാം. പക്ഷെ ഇതിൻ്റെയൊക്കെ നമ്മൾ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇവിടെ അല്ല ഒബ്ജക്റ്റ് വെക്കുന്നത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു, ഒബ്ജക്റ്റ് വെക്കുന്നത് ഇങ്ങനെ, ഇമേജ് എവിടെയാ, എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ കുറെ കണക്ക് തൽക്കാലം വിചാരിച്ചു. ഇവിടെ ഇമേജ് ഇതൊക്കെ കറക്റ്റ് അവിടെ തന്നെ കൊണ്ട് വെക്കുകയും ചെയ്തു. ഇവിടെ യു, ഇവിടെ ഇമേജ് ഒക്കെ ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതിനെ നമ്മൾ പറയുന്നവരാണ്, ഇത് ഹൈറ്റ് അല്ലേ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് യു, ഇതാണ് വി, ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം പോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നേ. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈൻ കൺവെൻഷൻ, സൈൻ കൺവെൻഷൻ സെന്റർ പാലക്കാട്. നോക്കൂ എന്താണെന്നറിയോ, പോളിൽ നിന്ന് വലതുവശത്തേക്ക് പോയാൽ പോസിറ്റീവ്, പോളിൽ നിന്ന് ഇടതുവശത്തേക്ക് പോയാൽ നെഗറ്റീവ്. അങ്ങനെയൊക്കെ പഠിച്ചേ, ഞാൻ മറന്നുപോയി. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ പോസിറ്റീവ്, അതെനിക്ക് ഉറപ്പാണ്. ഇവിടെ നിന്ന് താഴേക്ക് പോയാൽ നെഗറ്റീവ്. അതാണ് ഇത് ഇവിടുത്തെ കണക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ എഴുതി ഓർമ്മയുണ്ട്, 1/u + 1/v = 1/f. മിററിന്റെ കാര്യത്തിൽ ഇങ്ങനെ കണ്ടല്ലേ, മറ്റേ ലെൻസിന്റെ കാര്യത്തിലാണെങ്കിൽ മൈനസ് വരും അല്ലേ. അപ്പൊ അതേപോലത്തെ കണക്ക്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും ഏതാണ് മിറർ. അപ്പൊ ഈ മിററിന്റെ കാര്യത്തിൽ യു പോസിറ്റീവ് ആണ്, പക്ഷെ വി നെഗറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലത് നമ്മൾ ലൈറ്റിന്റെ റേയുടെ ഡയറക്ഷനിലാണ് പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമാണ് ഏതാ പോസിറ്റീവ് എടുക്കണ്ടേ ഏതാ നെഗറ്റീവ് എടുക്കണ്ടേ. കാരണം ചില സ്ഥലത്ത് ഞാൻ നെഗറ്റീവായി എടുക്കുന്നെങ്കിൽ മറ്റാൻ എന്താവും പോസിറ്റീവ് ആയിക്കോളും. നമ്മുടെ അപ്പോൾ ആൻസർ നമുക്ക് രണ്ടുപേരും വെവ്വേറെ രീതിയിൽ എടുത്തെങ്കിൽ ആൻസർ നെഗറ്റീവും പോസിറ്റീവും വരും. പക്ഷെ ഇമേജിന്റെ സ്ഥലം ഓരോരുത്തരുടെയും സൈൻ അനുസരിച്ച് കറക്റ്റ് ആ പൊസിഷൻ തന്നെ വന്നോളൂ അവസാന ആൻസർ. ഇതിനെ പറഞ്ഞാണ് സൈൻ കൺവെൻഷൻ. ഇതേപോലെ ഞാനിവിടെ എന്നെ എഴുതിയേ SING എന്ന് എഴുതിയേ, ഇത് കേട്ടോ സൈൻ കൺവെൻഷൻ. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ദയവ് ചെയ്ത് മൈൻഡ് ചെയ്തേക്കല്ലേ. ഇവിടെ നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് അഭിനയിക്കുമല്ലേ, അപ്പോൾ മിസ്റ്റേക്ക് നമുക്ക് കുറച്ച് കാണാൻ ഇഷ്ടം പോലെ വരും. ഈ സൈനും കോസും തെറ്റി പോയിരുന്നാൽ മതിയായിരുന്നു. എവിടെ നിർത്തിയ തള്ളിക്കൊണ്ടിരുന്നേ. അപ്പൊ നോക്കി ഇവിടെ നമ്മൾ fx 20 cos 60 fy 20 sin 60 എടുത്തു. കാരണം വലത്തേക്കും മുകളിലേക്ക് വരും. അപ്പം എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സൈൻ കൺവെൻഷൻ നടത്തി കഴിഞ്ഞു. വലതുവശത്തേക്ക് പോസിറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇടതുവശത്തേക്ക് നെഗറ്റീവ്, ഇടതുവശത്തേക്ക് താഴേക്ക് നെഗറ്റീവ്. ഇവിടെ നോക്കിയേ fx ഓക്കെ കുഴപ്പമില്ല, വലതുവശത്തേക്കാണ്, അപ്പം അതെന്നതാ പോസിറ്റീവ്. fy എന്നതാ താഴേക്കാണ്. ഇവിടെ ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ കണക്കുകളിലൊക്കെ എൻ്റെ എക്സാം പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ 2 കണക്കുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ കണക്കൊക്കെ മനസ്സിലാവും, ഇവൻ മുകളിലേക്കുള്ളതാണ് പോസിറ്റീവ് എടുത്തേക്കുന്നത്. അപ്പം മുകളിലേക്കുള്ളത് പോസിറ്റീവ് എടുത്തേക്കുക, താഴേക്കുള്ളതോ നെഗറ്റീവ്, താഴേക്കുള്ളത് നെഗറ്റീവ്.
ഇവിടെ നോക്കി, എവിടെ 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 ആൻസർ നോക്കിയാ ഇവിടുത്തെ എഫ് എക്സ്, ഇവിടുത്തെ എഫ് എക്സ് എന്നാ വരും? എഫ് എക്സ് 80 sin 60, പക്ഷെ എഫ് വൈയോ -80 cos 60 ആണ്. ഇതും അത് തന്നെ, താഴേക്കല്ലേ മുകളിലെ വച്ചേക്കുന്നത്, പക്ഷെ ഡയറക്ഷൻ നോക്ക്, ഡയറക്ഷൻ മാത്രം നോക്ക്, എങ്ങോട്ടേക്കാ? താഴേക്ക്. അപ്പൊ എഫ് എക്സ് വലതുവശം കണ്ടത്, ഇപ്പൊ ഇടതുവശത്താണ് കിടക്കുന്നതെങ്കിലും ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? വലതുവശത്തേക്ക്. അപ്പൊ എഫ് എക്സ് ഇത് തന്നെ, എഫ് വൈയോ ഇവൻ മൈനസ്. നമ്മളിവിടെ ചോദിച്ചേക്കാണ് എത്ര എണ്ണം എഫ് എക്സിലേക്ക് എന്തോരം ഉണ്ട്, എഫ് വൈയിലേക്ക് എന്തോരം ഉണ്ട്. നമുക്കത് എന്നാ കിട്ടുന്നത് നോക്കാം, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കാം. നിങ്ങൾക്ക് വെക്ടർ റെസൊല്യൂഷന്റെ ഏറ്റവും നല്ല ഒരു പ്രോബ്ലമാണ്. വാല്യൂ മാറ്റി കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം കേട്ടോ. നോക്കൂ, നമുക്ക് ഈ ഫോഴ്സിനെ ആദ്യം എടുക്കാം. അപ്പൊ ഈ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ്, ഈ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ് എവിടെ ഉണ്ടാവും? ഈ ആംഗിളിന് ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും അല്ലേ? ഇമാജിനറി ട്രയാങ്കിൾ വരച്ചോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ സൈഡ് എന്നാ വരും? 30 sin 45. ഇവൻ എങ്ങടാ? ആരമാർക്ക് എങ്ങടാ വരയ്ക്കണ്ടേ? ഇങ്ങനെ, അതായത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? ഇവൻ വരുന്നത്. അപ്പൊ ആരമാർക്ക് എങ്ങടാ? ഇങ്ങടാ. ഇവൻ എവിടെയാ ഉള്ളത്? മുകളിലേക്ക്, വൈയിലേക്ക്. അപ്പൊ വൈയിലേക്ക് ആരുണ്ട്? 30 sin 45. ഇനി ഈ ഫോഴ്സിന്റെ വേറെ ആരാ ഉള്ളത്? ഇവൻ. ഇവൻ എന്നാ? 30 cos 45. ഇവൻ എങ്ങടാ ഉള്ളത്? ഇവിടെ, ഇങ്ങോട്ട്. അപ്പൊ ഇവൻ ഇങ്ങോട്ട് 30 cos 45. മാഷി പെട്ടെന്ന് തീർന്നു പോകാനുള്ള മക്കളെ. ഓക്കെ, അപ്പൊ ഇതിന്റെ കഥ കഴിഞ്ഞു. ഇനി ഇവനുണ്ട്. ഓ, ഇവൻ കറക്റ്റ് ലൈനിൽ കൂടിയാണ്. അവനെ പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും ഇല്ല. സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആംഗിൾ എന്തെങ്കിലും വേണം. കറക്റ്റ് താഴേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് താഴേക്ക് എന്ത് വരാം? 40 ന്യൂട്ടൺ. ഇവനോ? പക്ഷെ കറക്റ്റ് അടുത്ത ദിവസത്തേക്ക് 20 ന്യൂട്ടൺ. പിന്നെ ആരുള്ള? 70 ന്യൂട്ടൺ. ഓ, പിന്നെ ആംഗിളിലുണ്ട് അല്ലേ? എത്ര ഡിഗ്രിയില്ല? 60 ഡിഗ്രിയിൽ. അപ്പൊ നോക്കിയേ, നമുക്കൊരു പണി ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു, 90 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് ഒരു ഡയഗ്രാം എങ്ങനെ വരും? ഇങ്ങോട്ടേക്കല്ലേ ആരോ മാർക്ക്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ. ഈ സൈഡ് എങ്ങനെ കിട്ടും? 60ക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതെന്ത് വരും? 70 sin 60 ഡിഗ്രി. ഇത് എങ്ങോട്ട് ആരോ മാർക്ക്? മുകളിലേക്കാണ് അല്ലേ? അപ്പോൾ നേരെ y ആക്സിസിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? നേരെ y ആക്സിസിൽ ഇവിടെ നിന്ന് ഇവിടെ 70 sin 60. ഓക്കെ, ഇനി ഇതിന്റെ വേറെ കമ്പോണന്റ് എവിടെയാ? നേരെ താഴെ അല്ലേ? എങ്ങോട്ട് ആരോ മാർക്ക്? ഓ, ഇങ്ങോട്ടേക്കാണ് അല്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്ക് ആരുണ്ട്? 60ക്ക് അടുത്തുള്ള സൈഡാണ്. അപ്പോൾ ഇതെന്ത് വരും? 70 cos 60. നിങ്ങൾക്ക് ഈ അക്കങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോക്കകത്ത് കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്നിൻ്റെയും അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ വായിക്കുന്നത്. അപ്പം നിങ്ങൾ അത് ഇനി ഓരോ അക്ഷരങ്ങൾ കാണാൻ പറ്റില്ലെങ്കിൽ, പെട്ടെന്ന് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ ബാക്കിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ കൈയക്ഷരമൊക്കെ സൂപ്പറാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ 70 cos 60. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ സിഗ്മ എഫ് എക്സ് നമുക്ക് നോക്കാം എന്നതാണ്. ഇത് ഞാൻ വായിച്ചോട്ടെ, ഇതൊന്നും പറയാൻ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നോക്കാം. സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സിലേക്ക് ആരൊക്കെ ഉണ്ട്? പോസിറ്റീവിലേക്ക് നോക്കിയാൽ തന്നെ 30 cos 45, 30 cos 45. ഓക്കെ, എക്സിൽ പിന്നെ ആരാ ഉള്ളത്? ഇതിന് ഇങ്ങോട്ടേക്കാണ് ഉള്ളത് അല്ലേ? രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് കണ്ടോ? നമ്മൾ അന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു വെക്ടർ ഇങ്ങോട്ട്, വേറെ വെക്ടർ ഇങ്ങോട്ട്, അവരുടെ ആംഗിൾ 180 ഡിഗ്രി. അങ്ങനെ എന്ത് വരും? ഇത് എ വെക്ടർ ആണ്, ഇത് ബി വെക്ടർ ആണ് എങ്കിൽ റിസൾട്ടന്റ് എന്ത് വരും?
എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ 30 cos 45 മൈനസ് 20 മൈനസ് 70 cos 60. ചെയ്ത് നോക്കിയോ, കാൽക്കുലേറ്റർ കിട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. 30 cos 45 30 by root 2 minus 20 minus 70 cos 60 70 by 2 30 by root 2 എന്നാ മക്കളെ 15 root 2. ഇതൊക്കെ കണ്ടോ അപ്പോൾ തന്നെ എഴുതാൻ കേട്ടോ. ഈ കണക്കിന് വലിയ കുഴപ്പമില്ല, ചെറു കണക്കുകളൊക്കെ ഇതൊക്കെ വെട്ടി പോകാൻ പറ്റും. അത് നോക്കിയേ, ഇതെങ്ങനെ കിട്ടുന്നത്? 15 ഇൻറ്റു 2 അല്ലേ 30 ഡിവൈഡ് ബൈ ആരുണ്ട് റൂട്ട് 2. ഈ 2 എന്ന് പറഞ്ഞാൽ എന്നതാ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 അല്ലേ? 2 വെട്ടിപ്പോയി. മൈനസ് 20 മൈനസ് 70 ബൈ 2 എന്നാ 35. ഓക്കെ, റൂട്ട് 2 ഈക്വൽ ടു ഇൻറ്റു 15 ഈക്വൽ ടു മൈനസ് 20 equal to minus 35 equal to minus 33.79. അടുത്ത ക്ലാസ് തൊട്ടിട്ട് ഞാൻ ഈ കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യമേ നിങ്ങളുടെ ഒപ്പം ഞാനും വർക്കൗട്ട് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ അഭിനയിക്കുക, അല്ലാതെ ഇതൊന്നും എനിക്ക് അറിയാത്തതൊന്നും. ഇത്രയും മൈനസ് ഉണ്ടല്ലേ? അപ്പം ഞാൻ അർത്ഥം മൈനസ് ഉണ്ടെങ്കിൽ ഈ ബോഡിയിൽ നെറ്റ് ഫോഴ്സ് എക്സ് ഡയറക്ഷനിലേക്ക് എത്രയാണെന്നറിയോ? മൈനസ് 33, ഇങ്ങോട്ടേക്ക് 33.79 ഉണ്ടെന്നാണ്. ഇങ്ങോട്ടേക്ക് കേട്ടോ. ഇനി അടുത്തത് എഫ് വൈ. ഇതെന്താ? നമുക്ക് മൈനസ് 33.979 അല്ലേ? 79. മിക്ക പിള്ളേരും തെറ്റിക്കുന്ന ഇങ്ങനെ തന്നെയാണ്. ഇവൻ ഞാൻ പോലും തെറ്റിച്ചിട്ടുള്ള. നമ്മൾ ആൻസറൊക്കെ കഷ്ടപ്പെട്ട് എഴുതും, അത് എടുത്തെഴുതാൻ നേരത്ത് ഒരക്ഷരമൊക്കെ മിസ് ചെയ്യും. ഇനി അടുത്ത് എഫ് വൈ. ഓക്കെ, എഫ് വൈ എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള പോസിറ്റീവ് അല്ലേ? അതെടുക്കാം നമുക്ക് ആദ്യം. 70 സൈൻ 60 പ്ലസ് 30 സൈൻ 45 സൈൻ 60 സൈൻ 40 രണ്ടെണ്ണേ ഉള്ളൂ. അടുത്തല്ല 40 താഴേക്കാണ് അവിടെ, അതെന്ത് വരും? മൈനസ്. അപ്പോൾ 70 സൈൻ 60 എത്രയാണ് മക്കളെ? റൂട്ട് 3/2 പ്ലസ് 30 റൂട്ട് 2 മൈനസ് 40 35 റൂട്ട് 3 പ്ലസ് 15 റൂട്ട് ഇവിടെ ഇട്ടാന്നില്ലല്ലോ, എല്ലായിടത്തും തള്ളിയപ്പോൾ അവിടെയും തള്ളി. സൈൻ 45 എന്നാ ഡിവൈഡ് ബൈ റൂട്ട് 2 അത് വരുവേ. 15 റൂട്ട് 2 മൈനസ് 40. ഓക്കെ ചെയ്തോ. റൂട്ട് 3 ഇൻറ്റു 35 തെറ്റിച്ച് പറഞ്ഞല്ലോ. റൂട്ട് 3 ഇൻറ്റു 35 പ്ലസ് ബ്രാക്കറ്റ് ഇടാം ഇല്ലേ 15 റൂട്ട് 2 മൈനസ് 40. 41.83 എനിക്ക് കിട്ടിയേ. ഇത് തെറ്റാണെങ്കിൽ ഞാൻ ചെയ്തത് ഒരിക്കലും തെറ്റാവില്ല, കാൽക്കുലേറ്റർ തെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? എഫ് വൈ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 41.83. അതായത് പോസിറ്റീവ് കിട്ടി, പോസിറ്റീവ്. അതിൻ്റെ അർത്ഥം ഇതേ 41.83. 41.83. Splitting up of vector into its rectangular components. കേട്ടോ, നോക്കിയേ, കുറേ വെക്ടർ ഉണ്ടായിരുന്നു. ഈ വെക്ടറിനെ ഞാൻ എല്ലാം മുറിച്ച് പീസാക്കിയിട്ട് രണ്ട് പീസാക്കിയിട്ട് ഇവനെ പിന്നെ മുറിക്കേണ്ടി വന്നില്ലേ ഈ രണ്ടാമമാരെ. കാരണം എന്നാ, അത് ഒറ്റ ഡയറക്ഷനിലേക്കുള്ളേ, എളുപ്പമല്ലേ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട്. ബാക്കിയുള്ള രണ്ടാമമാരെ ഞാൻ മുറിച്ചിട്ട് അവസാനം കൂട്ടിയും കുറച്ചും 2 പേരാക്കി. ഞാൻ എന്തിനാക്കിയേ? ശ്രദ്ധിച്ചു നോക്കിയേ, ഈ വെക്ടറും അല്ലേ, ഇത് വെക്ടർ അല്ലേ, ന്യൂട്ടൺ.
ന്യൂട്ടൺ. രണ്ട് വെക്ടർ 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്ത റിസൾട്ടന്റ് എത്രയാണ് കിട്ടുക? ടു വെക്ടേഴ്സ് ആക്ടിങ് അറ്റ് 90 ഡിഗ്രി എന്നാ വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണെങ്കിൽ എന്നാ വരും? ഈ മുഴുവൻ കമ്പൗണ്ട് 0 ആയിപ്പോയി. ബാക്കി എന്ത് വരും? കാരണം കോസ് 90 0 അല്ലേ. അപ്പോൾ റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഫോഴ്സ്. എഫ് എഴുതിക്കോ, റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ സാധനം സ്ക്വയർ പ്ലസ്, അതായത് സിഗ്മ എഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈന്റെ സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് 33.79 മൈനസ് കിടന്നോട്ടെ, പക്ഷെ എന്നാലും സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ല, പ്ലസ് 41.83ന്റെ സ്ക്വയർ. കാൽക്കുലേറ്റർ 33.79 സ്ക്വയർ എത്രയാ മക്കളെ? 1141.8. സാർ ഒരുമിച്ച് ചെയ്യാൻ മേലെ ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 41.83 ആണോ? 83ന്റെ സ്ക്വയർ. ഇപ്പോഴെങ്ങാനും തെറ്റിച്ചാലേ ട്രോൾ ഇട്ട് പൊങ്കാലിടും. 1750. ഈ 1.8 നോക്കിയുള്ള 2 എടുക്കാം കേട്ടോ, എനിക്ക് വയ്യ. ഇങ്ങനെയാണെന്നറിയോ? അതിന് 2 റൂട്ട് എടുത്താൽ മതി, കൂട്ടിയിട്ട് 1142 പ്ലസ് 1750 2892 കിട്ടും. അതിൻ്റെ റൂട്ട് ഓഫ് ആൻസർ എവിടെയാണ്? 53.78. 53.8 ന്യൂട്ടൺ. നല്ല വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആൻസർ കേട്ടോ. സിഗ്മ എഫ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 53.8, അതായത് ഇത് 53.8 ന്യൂട്ടൺ. ഇതാണ് റിസൾട്ടന്റ്. കാരണം ഇതിന്റെ ഇടയിൽ കൂടെ പോകുള്ളൂ, എനിക്ക് ഉറപ്പാണ്. കാരണം ഇത്രകളും വെക്ടർ പഠിച്ചതിന്റെ കുറച്ചൊക്കെ ബോധം എനിക്കുണ്ട്. 2 വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ആയിരിക്കും, 90 ഡിഗ്രി ആണെങ്കിൽ ഇടയിൽ കൂടെ ആയിരിക്കും എൻ്റെ ഇത്. അതിന് നമുക്ക് ഡയറക്ഷൻ കാണാൻ വേണമെങ്കിൽ, ഈ ആംഗിൾ കാണാൻ വേണമെങ്കിൽ, ഈ ആംഗിൾ ആൽഫ അങ്ങനെ നോക്കി, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, ഇവിടെ ടാൻ എന്ന് പറയാൻ റെക്ടാംഗിൾ ഇല്ലല്ലോ അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇല്ലല്ലോ. ഇവനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടേ വെച്ച് ഇതേ അളവ് തന്നെ ഇവിടെ. അതായത് ഇതാരാ ഈ 41.83? കണ്ടോ? സിഗ്മ എഫ് വൈ ആ. ശ്രദ്ധിച്ചോ, ഇതൊക്കെ ഓരോ ഇക്വേഷനാണ്. ഇതെന്നതാ? സിഗ്മ എഫ് എക്സ്. അപ്പൊ ടാൻ ആൽഫ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇവിടെ നോക്കി, ആക്ച്വലി ഇറ്റ്സ് മീനിങ് സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ് ആ. ഇതൊക്കെ പ്രൂഫാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ നോക്കി, ഇത് 41.83 ആ ഈ നീളം. ഞാൻ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടേ വെച്ചു. അപ്പൊ ടാൻ ആൽഫ എടുത്താൽ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് കിട്ടി. ആ നോക്കിയോ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു 41.83 ഡിവൈഡ് ബൈ 33.79. 41.83 ഡിവൈഡ് ബൈ 33.79 എത്ര കിട്ടുന്നത്? 1.238. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.238 എത്ര കിട്ടും? നോക്കിയാൽ ഷിഫ്റ്റ് ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ 1.238 എത്ര കിട്ടി? 51 ഡിഗ്രി. 51.1 ഡിഗ്രി. ആൻസർ ശരിയാണോ? ആ ശരിയാ, ഏകദേശം ഇത്ര 51.1 ഡിഗ്രി. ഇത് 45 ആയാലും കറക്റ്റ് നടുക്കൂടെ വരുമായിരുന്നു. കുറച്ച് മുകളിലേക്കല്ലേ 51 എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ വരും. മുകളിലേക്ക് പോകുമോ? ആ മുകളിലേക്ക് പോകും, കാരണം 40 ഇവിടെ അല്ല കുറച്ച് വലുതുള്ളത്, അപ്പം മുകളിലേക്ക് പോകും. ഓ, എൻ്റെ ആൻസർ എല്ലാം ശരിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ റെസൊല്യൂഷൻ്റെ കണക്കുകളും അതിൻ്റെ ആപ്ലിക്കേഷനുകളും കേട്ടോ. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടൊന്ന് പഠിച്ചോ. പ്രോബ്ലംസ് ഇഷ്ടം പോലെ നമ്മുടെ എക്സാം പോയിന്റിൽ, എക്സാം വിന്നറിൽ, ന്യൂസ് ചോദ്യ ടെസ്റ്റിൽ, NCERT ടെസ്റ്റിലൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ചെയ്ത് പഠിച്ചു. ഓക്കെ.